ഹലോ നമസ്കാരം. ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 2 ദിവസമായി ബിഗ് ബോസിന്റെ അപ്ഡേഷൻ ഒന്നും തരാത്ത കാരണം ബിഗ് ബോസ് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്ന് പറയുമ്പോ നമുക്കറിയാം, വീക്കെൻഡ് എപ്പിസോഡില് മോഹൻലാൽ വന്ന് നമ്മളെ ഷാനവാസിക്കിനെ ഇട്ട് പൊരിച്ചത് മാത്രല്ല, ശരിക്കും ഒരു ഫ്രൈ തന്നെ ആക്കി എന്ന് പറയാം. ശരിക്കും ഒരു ബിഗ് ബോസിന്റെ കളി തന്നെ പറയാം. ഷാനവാസിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നല്ലൊരു കളി കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലാലാട്ടനോട് ബിഗ് ബോസ് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. ആരെയാണോ ഇന്ന് തളർത്തേണ്ടത് അവരെ ഷാനവാസിന് ഒരു വാക്ക് പോലും അങ്ങോട്ട് പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ശരിക്കും വായ് മൂടി കെട്ടിയത്. അതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യനെ കൂടുതൽ തളർത്തുമ്പോൾ ഒരു മനുഷ്യന് മാക്സിമം പിടിച്ചു നിൽക്കാൻ പറ്റും. എത്ര സ്ട്രോങ് ആയാലും അവന് പറയുന്ന ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ഇത്ര പ്രേക്ഷകരുടെ മുമ്പിലും അവിടെ ഇരിക്കുന്ന 10 ആൾക്കാരുടെ മുമ്പിൽ ഷാനവാസിന് ഒരു വാക്ക് പോലും തിരിച്ചു പറയാനുള്ള ഒരു അവസരം കൊടുക്കാത്ത ബിഗ് ബോസ്, എന്താണ് ബിഗ് ബോസ് ഇത്രയ്ക്കും തരംതാണ് പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒരുപാട് ഇങ്ങനത്തെ ഇഷ്യൂസുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും ഒരാളെ തളർത്തുക, അവരവസാനം ഹോസ്പിറ്റലൈസ് ആവുക, എന്നിട്ട് അവർ ചിലപ്പോൾ ക്വിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക, അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഞാൻ കൂടുതൽ പേരുകളൊന്നും പറയുന്നില്ല. കാരണം ഞങ്ങളൊരു ബിഗ് ബോസ് എന്നൊരു സാധനത്തിനെ താത്തിക്കെട്ടുകയല്ല ചെയ്യുന്നത്. കാരണം കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ എന്തായാലും ഷാനവാസിക്ക് പ്രേക്ഷകരെ എത്ര തരം താത്തിയാലും പ്രേക്ഷകർക്ക് അറിയാം ഷാനവാസ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് വോട്ടിംഗ് നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ ഒരു ദിവസം ആയതേ ഉള്ളൂ, എന്നാലും ടോപ്പിലുള്ളത് ഷാനവാസിക്കയാണ്. എപ്പോഴും നല്ല വോട്ടിംഗ് മുന്നേറ്റമാണ്. അതുപോലെ നമ്മളെ അനീഷൊക്കെ പ്രാവശ്യം രക്ഷപ്പെട്ടു, നോമിനേഷനിലില്ല. അതുപോലെ ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. സാബു മോന് വീണ്ടും ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചു. സാബു മോൻ അവിടെ ഒന്നും കളിക്കുന്നില്ല, പക്ഷെ ക്യാപ്റ്റൻസി ആയതുകൊണ്ട് ഇപ്രാവശ്യവും നോമിനേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ പല പ്രശ്നങ്ങളും ഈ ഒരു ഇതില് വരുന്നുണ്ട്. ഇപ്രാവശ്യം മിക്കവാറും നിവിൻ നല്ല ഗെയിമറാണ്. നിവിന് എന്ന് പറഞ്ഞാലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഗെയിമറാണ്. പക്ഷെ നിവിൻ ഇപ്രാവശ്യം വോട്ട് പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്രാവശ്യം ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിലൊക്കെ കയറി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ചിലപ്പം വോട്ട് പറയാൻ സാധ്യതയൊക്കെ ഉണ്ട്. നിവിൻ ഓർ ആര്യൻ ഇങ്ങനെയുള്ളവരായിരിക്കും കൂടുതൽ. ഇപ്പൊ എല്ലാവരും സ്ട്രോങ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇനിയുള്ളതെല്ലാം സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് മിക്കവാറും ആര്യനോ നിവിനായിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. ഇപ്രാവശ്യം വിക്റ്റ് ആവാൻ പോകുന്നത്. ആര്യനും നല്ല ഗെയിമറാണ്. എന്ത് പറഞ്ഞാലും ആര്യനും നല്ലൊരു ഗെയിമറാണ്. ഇപ്രാവശ്യം അനുമോളും കൂടി സേഫാണ്. അനുമോൾ അനീഷൊക്കെ സേഫാണ്. ആതിര സേഫാണ്. ബാക്കിയുള്ളവരൊക്കെ എന്തായാലും കയറിപ്പോകും എന്ന് തോന്നുന്നു. 2 പേരാണ് എനിക്ക് കൂടുതൽ സംശയം തോന്നുന്നത്. ഒന്ന് ആര്യനും ഒന്ന് നിവിനും. ഓക്കെ, എന്ത് തന്നെ ആയിക്കോട്ടെ. നമുക്ക് ഇനി അത്രയേ ഉള്ളൂ, ഒരു 28 ദിവസങ്ങൾ. അതിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ കണ്ടറിയാം. എന്തായാലും പുതിയൊരു അപ്ഡേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും താങ്ക് യു.